പേരൻസിങ് ഫ്രണ്ടിലേക്ക് വരിക. ഇപ്പോൾ എത്തിയ പേരൻസ് കൂടെ ഫ്രണ്ടിലോട്ട് വാ. നമുക്ക് ആദ്യം കുട്ടികളുടെ മത്സരമാണ്, ഒരേറ്റ മത്സരമാണ്. ആ മത്സരത്തിന് എല്ലാവരും മാർക്കിടാനുള്ളതാണ്. താമസിച്ച് വരുന്നവർക്ക് മാർക്കിടാനുള്ള ഷീറ്റ് തരുന്നതല്ല. സൂര്യകിരണമായി ഉണരും നീ പ്രകാശമേ, ഉടലിനുള്ളിലൊന്നുപോലെ വിടരും നീ പ്രഭാവമേ. ഉദയ സൂര്യകിരണമായി ഉണരും നീ പ്രകാശമേ, ഉടലിനുള്ളിലൊന്നുപോലെ വിടരും നീ പ്രഭാവമേ. എന്റെ ഭവനമാണു നീ, എന്റെ ഭുവനമാണു നീ, എന്റെ ഗഗനം, എന്റെ ജ്വലനം, എന്റെ പ്രാണജീവനം. മിഴികൾ നീ തെളിക്കണം, മൊഴികൾ സുഹൃതമാക്കണം. വിമലബോധമേ അവികല മധുല ശക്തിയേകണം. വിദ്യതൻ വിഹാരമേ വിശ്വദീപസാരമേ, വിഘ്നമാകെ മാറ്റിയ അഖില വിശ്വസൗഖ്യമരുളണം. ഉദയ സൂര്യകിരണമായി ഉണരും നീ പ്രകാശമേ, ഉടലിനുള്ളിലൊന്നുപോലെ വിടരും നീ പ്രഭാവമേ, വിടരും നീ പ്രഭാവമേ, വിടരും നീ പ്രഭാവമേ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ജയകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ വെൽക്കം സ്പീച്ചിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ഒരേറ്റ മത്സരമാണ്. അതിന് മാർക്കിടാനുള്ള ഷീറ്റ് കൊടുക്കുക. ആ ഷീറ്റിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം മാർക്കിടാൻ. ആരുടെയും മുഖം നോക്കി മാർക്കിടരുത്. ആ കുട്ടികൾ ചെയ്യുന്ന പെർഫോമൻസ് അനുസരിച്ചുള്ള മാർക്കിടണം. പ്രിയപ്പെട്ട ജയകൃഷ്ണൻ സാർ. ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ സ്കൂൾ ഡേയും കൂടെയാണ്, പിന്നെ നമ്മുടെ PTA മീറ്റിംഗ് കൂടെയാണ്. PTA മീറ്റിംഗ് വളരെ റയറായിട്ടാണ് എല്ലാവരും ഓഫ്ലൈനായിട്ട് കൂടുന്നത്. ബാക്കി എല്ലാ മീറ്റിങ്ങും സാധാരണ ഓൺലൈനാണ്. അപ്പോൾ ഫേസ് ടു ഫേസ് കാണാനും സംസാരിക്കാനുള്ള ഒരു ഒക്കേഷൻ കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ PTA മീറ്റിങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പ്രജിൻ സാറും ബാക്കി എല്ലാവരെയും കൂടെ പാരൻസിനെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാ പാരൻസിനെയും ഞാൻ PTA മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ഇനി ഒറേറ്റർ മത്സരമുണ്ട്. അപ്പോൾ ഒറേറ്റർ മത്സരത്തിലേക്ക് കുട്ടികൾക്കായി ഓരോരുത്തരായിട്ട് ഇവിടെ പ്രസംഗിക്കും. അപ്പോൾ അതിൻ്റെ മാർക്കും കൂടെ ഇടേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഭാഗത്തിൽ നിന്ന് അനന്തകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്നേഹത്തെ പറ്റിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്നേഹത്തെ പറ്റിയാണ്. സ്നേഹം നല്ലൊരു വികാരമാണ്. അടുത്തതായി സീനിയർ വിഭാഗത്തിൽ നിന്ന് സാവൻ MA. മാൻസാസിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഗോൾ അഥവാ ലക്ഷ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗോളുണ്ടോ? ഗോളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗോൾസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമ്മളൊരു നല്ല മനുഷ്യനാവണം എന്ന ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അടുത്തതായി നമുക്കെല്ലാം കുറേ വലിയ വലിയ ഗോൾ ഉണ്ടാവും അല്ലേ? നമ്മളെങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ളത് ആ ഗോൾ എന്നുള്ള ആ പേര് തന്നെ പറയുന്നുണ്ട്. ഗോളിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GOAL എന്നാണ്. അതായത് ജി എന്ന വേർഡ് ജി എന്ന ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രിറ്റ് എന്ന വേർഡിനെയാണ്. ഗ്രിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മുന്നിലേക്ക് പോകാനുള്ള ധൈര്യവും കോൺഫിഡൻസ് എല്ലാം വേണം. അതാണ് ഗ്രിറ്റ്. ഇന്നടുത്ത ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. നമ്മളെ വലുതാവാൻ വേണ്ടി കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ പരീക്ഷിക്കുകയും നമ്മൾ മാക്സിമം അതിൻ്റെ അകത്ത് നമുക്ക് യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുകയും വേണം. ഇനി അടുത്തത് A എന്ന് പറയുന്നത് എംബിഷനാണ്. എംബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അതിതീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത എൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെയും നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരെയും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഗോൾ എന്നുള്ള വാക്കിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് ഈ വാക്കിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നമുക്ക് ഗോൾ വേണം. നമുക്ക് എണീറ്റ് നടക്കാനും സംസാരിക്കാനും എല്ലാത്തിനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊരു ഗോള് സെറ്റ് ചെയ്യണം. ഇനി അടുത്ത രണ്ടാമതായി നമുക്ക് വേണ്ട ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്സിനുള്ള ഗോളാണ്. നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നമ്മൾ നല്ല ബന്ധം കൊണ്ട് നടക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഗോളാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാനും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നമുക്ക് പൈസ വേണം. അപ്പോൾ മൂന്നാമത്തത് ഫിനാൻഷ്യൽ ഗോളാണ്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ചാൻസ് വളരെയധികമാണ്. ഇനി അടുത്തത് ഗോൾസിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാം നമ്മളെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നൊരു വക്കീലാവണമെന്നോ ഡോക്ടറാവണമെന്നോ എഞ്ചിനീയർ അങ്ങനെ വലിയ ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അതൊരു ലോങ് ടേം ഗോളായിരിക്കും. നമുക്കൊരു അടുത്ത 20 വർഷം കൊണ്ട് നമ്മളവിടെ എത്തണം എന്നായിരിക്കും നമ്മുടെ ലക്ഷ്യം ചിലപ്പോൾ. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യണം. നമ്മൾ അതിന് കുറേ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാക്കണം. ഈ വർഷം എന്ത് ചെയ്യണം, ഈ മാസം എന്ത് ചെയ്യണം, അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ ഗോൾ ഉണ്ടാക്കി നമ്മളൊരു ബുക്കിലോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ അത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളത് ടിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ ചാൻസ് വളരെ അധികമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗോൾസിന് വേണ്ടി മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും എന്നോ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞൊരു കോട്ട് പറയുകയാണ്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ യു ഹാവ് ടു ബേൺ ലൈക്ക് സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സണ്ണിൻ്റെ മാതിരി വലിയ സക്സസ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആ കോട്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനമായി എനിക്കിങ്ങനെ സ്പീച്ച് പറയാൻ അവസരം തന്ന സ്കൂളിനും സാറിനും മാമിനും ടീച്ചേഴ്സിനും പിന്നെ എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന പാരൻസിനും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സീനിയർ വിഭാഗത്തിൽ നിന്ന് അഖിലേഷ ബിനു. My name is Akash. ഞാൻ പറയുന്നത് പോലീസിൻ്റെ കാര്യമാണ്. 3 ടൈപ്പ് പോലീസ് ഉണ്ട്. എയർ പോലീസ്, വാട്ടർ പോലീസ്, ലാൻഡ് പോലീസ്. എയർ പോലീസ് പറഞ്ഞാൽ ഈ ഫാക്ടറി കെമിക്കൽ ബാക്ടീരിയ എല്ലാം മറ്റേ ശ്വാസത്തിപ്പോൾ കിട്ടുക. അത് ദിത്തായി അവ എയർത്ത് ബെസ്റ്റ് പ്രൈസ് കീഴാത്തോക്കാം അവത്തെ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതാണ്. മറ്റേ അങ്ങനത്തെ പോലീസ് കോച്ച് അങ്ങനത്തെ മറ്റേ ഇത് മറ്റേ പ്യൂരിഫൈ ചെയ്യാം. അതാ ഇപ്പോൾ എല്ലാ സ്ഥലത്തെ എയർ അത് പൊയ്ത്തുക. മറ്റേ ഡൽഹിയിൽ ഇപ്പോൾ 3 அந்த പോയിട്ട് സിറ്റി ഓഫ് ഇപ്പോൾ ആവുക. ഇപ്പോൾ തീർത്ത് 100 മേയ പൊയ്സൺ പറഞ്ഞേ. പിന്നെ ഇവ വന്നിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ പൊയ്സൺ നിട്ടപ്പത്തിന് അങ്ങനത്തെ നോക്കാം. അത് നോക്കി പോലീസ് കൂടിയ അവന് നശിച്ചു പറഞ്ഞാൽ മീൻ താമസ കത്തിസായപ്പോൾ ഈ പുക എല്ലാം ഈ മീൻ. പിന്നെ ലാൻഡ് പോയിസാണ് അവൻ വേസ്റ്റ് കൂട്ടി എടുത്തിട്ട് കത്തിസ അത് പോയിസാണ്. അവൻ അത് റീസൈക്കിൾ ചെയ്യാം. അതത് അത് യൂസ്ഫുൾ സ്പൈൻ ചെയ്യാം. പിന്നെ വാട്ടർ പോയിസാണ് ഈ ഫാക്ടറീസ് ആയിക്കല്ല ഈ വെള്ളത്തെ അറ്റത്ത് ഫുൾ നമ്മൾ കുഴിച്ച വാട്ടർ അത്ത് എന്ന സാധനമാണ്. ആൻഡ് അത് താങ്ക് യു. വേണ്ടി എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണം എല്ലാവരും. അടുത്തതായിട്ട് വിളിക്കുന്നു ഹൃദ്യ പ്രവീൺ. For having me here today. I'm really excited to talk to you about the
power of positive thinking. So positive thinking means focusing on good things even when they are difficult. When we think positively, we feel better about ourselves and feel confident in any situations we face. Through positive thinking, we can solve our problems instead of just feeling stuck. It helps us stay motivated and work towards our goals. By thinking positively, we can make better decisions in life. It improves our relationships with others by making us kinder and more understanding. So, positive thinking is a powerful tool that can shape your life in excellent ways. What we think, that is our life. If we think about good things will happen. If we think about bad things will happen. When we practice positive thinking, it becomes easier. Positive thinking is not just about being happy. It's about believing on anything we can do. So before I end, let me just say, everyone should start from now to hold the power of positive thinking. And I appreciate all of your time and attention. Thank you. പറയാൻ വന്നത് സ്നേഹത്തെ പറ്റിയാണ്. കുടുംബത്തിൽ നിന്നാണ് സ്നേഹത്തിൻ്റെ തുടക്കം. നാം പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാം സ്നേഹിക്കണം. സ്നേഹമില്ലാത്ത അവസ്ഥ മരണത്തിൻ്റെ തുല്യം. സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. സ്നേഹം നല്ലൊരു വികാരമാണ്. നന്ദി. അടുത്തതായി വിളിക്കുന്നു ഋഷിക BM. Good evening, everyone. I tell my dad is speaking Lulu. My mom is a school teacher. My brother studying college. We are together. We have to play together. We have to TV together. Demonstrate that my family take care of me. My family, I love my family. Thank you. ഇതൊരു പരിശ്രമമാണ്. ഒന്നിനും കൊള്ളാത്തതെന്നും പറഞ്ഞ പലയിടത്തുനിന്നും എക്സ്പെൽ ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികളൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാത്തിനും കൊള്ളിക്കാൻ പറ്റും എന്ന് തെളിയിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണിതെല്ലാം. എല്ലാ ക്ലാസ്സുകളിൽ നിന്നും സെലക്ഷൻ നടത്തി അതിൽ തന്നെ മെച്ചപ്പെട്ടവരെയാണ് നമ്മൾ ഇന്നത്തെ ഈ മത്സരത്തിൽ ഇവിടെ പങ്കെടുപ്പിച്ചത്. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക. എല്ലാവരും ഇന്ന് വാങ്ങിച്ചോ, ഷീറ്റ് വാങ്ങിച്ചോ. എല്ലാവരുടെയും കുട്ടികളുടെ കോൺഫിഡൻസ് ഉയർത്തുക, അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റുക എന്നതാണ് ഉദ്ദേശം. ഒരു സമ്മാനം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പങ്കെടുപ്പിക്കുക, ഇതിലെല്ലാവരും ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്കൂളിൻ്റെ ഉദ്ദേശം. നമ്മുടെ കുട്ടികളെ കൊണ്ട് എല്ലാത്തിനും കഴിയും എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ്. അത് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ മീറ്റിങ്ങിൽ പറയാം. എന്തായാലും ഈ പരിശ്രമം വല്ലാതെ വിജയിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് പേരൻസിനൂടെ ബോധ്യപ്പെടാനാണ് എല്ലാ വർഷവും പേരൻസിനെ കൊണ്ട് ഇതിന് മാർക്കടിയിക്കുന്നത്. ചെയ്യുന്നുണ്ടോ സാറ് വല്ലോ? സാറ് ഒന്നിരാടം വിളിക്കും കേട്ടോ. സാറ് പറയുന്ന ഒരു വലിയ കാര്യം ഞാൻ പറയാം, അത് പറയാതിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയാൽ, ഇപ്പോൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയ കുട്ടികളെല്ലാം നമ്മൾ പുറകെ നിൽക്കുകയാണ്. അവർ ഡിഗ്രി എടുക്കുന്നതിനും വരെ നമ്മൾ കൂടെയുണ്ട്. ഡിഗ്രിയും കൊണ്ട് ആദ്യം ഓടി വരുന്നത് ഇവിടെ തന്നെയാണ്. ഈ വർഷവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സാറിൻ്റെ ഒരു അഭിപ്രായം, ഈ കുട്ടികൾക്ക് തുടർന്നും പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മാനേജ്മെൻറ്റ് തന്നെ ഒന്ന് ചെയ്തുകൂടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അത് ശരിയുമാണ്. പക്ഷേ ഈ സ്ഥാപനം ഇവിടം വരെ കൊണ്ടു നടക്കാൻ തന്നെ പെട്ടപാട് ദൈവത്തിന് മാത്രമേ അറിയാവൂ. അപ്പോൾ അത്രയും വലിയ സ്ഥാപനം നടത്താൻ നിങ്ങളെല്ലാവരും കൂടെ റെഡിയാണെങ്കിൽ നമുക്ക് മുമ്പ് ഇറങ്ങി നിൽക്കാം. നിങ്ങൾ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും ചെയ്യാമെന്ന് ഞാൻ സാറിനോട് എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുന്നുണ്ട്.
ഈ ബുദ്ധിമുട്ടുകൾ സാധാരണ കണ്ടുപിടിക്കുന്ന ഒരു 3 വയസ്സിനോ 6 വയസ്സിനോ ഇടയ്ക്കാണെങ്കിൽ അത് കുറേ കൂടെ പരിഹരിക്കാൻ എളുപ്പമുണ്ടാവും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം 3 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ജനറൽ ഡിവിഷൻ കൂടി ഈ വർഷം മുതൽ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ശ്യാമള ടീച്ചറാണ് ഇൻചാർജ്. ടീച്ചർ ഒരു മിനിറ്റ് എഴുന്നേറ്റിരിക്കുമോ? കേക്ക് പിന്നെ എടുക്കാം. ടീച്ചർ സെൻറ്റ് തോമസിലെ സീനിയർ ടീച്ചറായി റിട്ടയർ ചെയ്തതാണ്. എനിക്ക് വ്യക്തിപരമായി വേറെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബന്ധം മീൻസ് എൻ്റെ 2 മക്കളെയും പഠിപ്പിച്ചതും എൻ്റെ 2 മക്കളും എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റും ടീച്ചർക്കുള്ളതാണ്. ടീച്ചർ കോയിറ്റിലൊക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. അന്നുമൊക്കെ നമ്മൾ ടീച്ചറിനോടൊപ്പം ഉണ്ടാകും. ടീച്ചർ എന്ന് റിട്ടയർ ചെയ്യും എന്ന് ആലോചിച്ച് നടക്കാറ്. ഞങ്ങൾ എല്ലാ വർഷവും ചോദിക്കും ടീച്ചർ റിട്ടയർ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അവർ സമ്മതിക്കാതിരുന്നതാണ്. ഈ വർഷം അത് സംഭവിച്ചു. അപ്പം അടുത്ത വർഷം മുതൽ ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ടാകും. അങ്ങനെയാണ് ടീച്ചർ ഇരുന്നു ഒരു ഡിവിഷൻ തുടങ്ങാൻ തീരുമാനിച്ചത്. കൊല്ലത്തെ പുതിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അവർ കോഴ്സുകൾ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ മിലി അവിടെ പോയി ജോയിൻ ചെയ്തു. മിലി ആ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഓൾഡ് സ്റ്റുഡൻറ്റ്. ഓൺലൈനിൽ മാത്രമേ കൂടുന്നുള്ളൂ. അപ്പം ശരിക്കും ഫേസ് ടു ഫേസ് അങ്ങനെ കാണാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും പാരൻസ് ജോയിൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ശരിക്കും ഞാനും അങ്ങനെ ഓൺലൈനിൽ മീറ്റിംഗ് കൂടുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ ഫോം ചെയ്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. മീൻസ് കുട്ടികളുടെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും മ്യൂച്വലായിട്ട് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ഇത് ഫസ്റ്റ് ഇയറാണ് എൻ്റെ മോൾ ഇവിടെ പഠിക്കുന്നത്. ഞാൻ ബേസിക്കലി ഇവിടെ UDID കാർഡിൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ദിവസം നടന്നു, ഒരുപാട് ഓഫീസിൽ ചെന്ന് കണ്ടു, ഇതിലൊക്കെ ചെന്നുണ്ട്. പക്ഷേ ഒരിടത്തും ഇതിനെക്കുറിച്ചുള്ള ഒരു വർക്ക് ഫ്ലോ ക്രിസ്റ്റൽ ക്ലിയർ അല്ല. ആർക്കും അറിയത്തില്ല എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത്. അത് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ PTA സൈഡിൽ നിന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക്, ഇനി വരുന്നവർക്ക് അതൊരു ഉപകാരമാകും. ഈ UDID കാർഡ് ഒരു ബാലികറ മലയാണ്. നമ്മളിതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നെങ്കിലും തേജസിൻ്റെ കാർഡ് വാങ്ങിക്കാൻ ഞാൻ ഓടിയില്ല. സന്ധ്യ ഓടിയതിൻ്റെ കണക്ക് അതെ വളരെ ദയനീയമായൊരു പിക്ചറാണത്. നമുക്കുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഉപയോഗിച്ചാലും അത് നന്നായി ഉറപ്പാക്കി മാത്രമേ അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുള്ളൂ. 18 വയസ്സ് വരെ ടെമ്പററി കൊടുക്കുകയും 18 ശേഷം പെർമനൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ ഉപയോഗം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു 52,000 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടും. ഇതുകൊണ്ട് ഉള്ള കുട്ടിയെ ക്യൂ നിന്നാൽ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കാം, ക്യൂ നിൽക്കേണ്ട. പിന്നെ ജോലിക്ക് 5% റിസർവേഷനുണ്ട്, പഠിക്കാൻ 5% റിസർവേഷനുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കാർഡായതുകൊണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുറേ കൂടി കർശനമായി അത് കൊടുക്കാറുള്ളൂ. അതിന് ഒരു കാരണം ഈ 52,000 രൂപ വെച്ച് ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്ത് കൊടുക്കാനുള്ള പ്രയാസം, പിന്നെ ഈ കുട്ടികളുടെ പേരിൽ സ്കൂളുകൾക്ക് ഗ്രാൻഡ് കൊടുക്കാനുള്ള പ്രയാസം. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സ്കൂളിൻ്റെ ഗ്രാൻറ്റിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നടന്ന സംഭവം കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. ഞങ്ങൾ അത്രയ്ക്ക് ഓടിച്ചു. ഇന്നലെയും ഞങ്ങളായിട്ട് വിഷമം വെച്ചു. ഇന്നലെ ഇതൊക്കെ നോക്കുന്ന ഘോഷ സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. ജൂണിൽ ആദ്യം എല്ലാവരെയും വിളിച്ച് എല്ലാ അധ്യാപകരുടെയും സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ എല്ലാവരുടെയും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ കളക്ട് ചെയ്ത് അവിടെ പോയിരുന്നു. എല്ലാം വെരിഫൈ ചെയ്തു. അതിനകത്ത് കുറവുകളൊക്കെ എഴുതിയൊരു സർട്ടിഫിക്കറ്റ് എഴുതി തന്നു. അതിന് യാതൊരു വിലയുണ്ടായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ SS പോർട്ടലിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഒരു എന്താ പറയുക ഹെർക്കുലീസൻ ടാസ്ക് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ട് നമ്മളതെല്ലാം അപ്ലൈ ചെയ്തു. ഏതാണ്ട് 16-17 ദിവസത്തെ പരിശ്രമമായിരുന്നു അത് കറക്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെരിഫിക്കേഷന് 3 ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നു. അവർ ചോദിച്ച ചോദ്യമൊക്കെ കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. ഈ ബസ്സിൻ്റെ പുകയെടുത്ത സർട്ടിഫിക്കറ്റ് വരെ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് 4 പേരുടെ സർട്ടിഫിക്കറ്റിൽ അവർക്ക് ഒറിജിനൽ ഏതൊക്കെയോ ചോദിച്ചു. ആ 4 കൊണ്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഓഫീസിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഈ സർട്ടിഫിക്കറ്റിലൊന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ DD ഓഫീസിൽ നിന്നുള്ള വിളി. വിഷമിച്ചു അക്ഷരാർത്ഥത്തിൽ. അത് പറയണത് അരമണിക്കൂറിനകത്തതെല്ലാം അവർ പറയണ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ്. ഒത്തിരി പാടുപെട്ടു. അങ്ങനിട്ട് പാടുപെടുത്തിയിട്ടും കാശൊന്നും തരത്തില്ല. ഇപ്പം അത് മാർച്ച് 31-ാം തീയതി തരും. അത് കഴിഞ്ഞാൽ തരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇതെല്ലാം ഇട്ട് ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ നമ്മൾ കഴിയുന്നത്ര എല്ലായിടത്തും റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ആളുകളെ, അതായത് നമ്മളെ പോലത്തെ ഒരു പേരൻ്റ് അവിടെ ഇരുന്നാൽ പ്രശ്നം തീരും.
അതായത് ഒരു കുട്ടി വീട്ടിൽ ഇതുപോലെ ഉള്ള ഒരു പേരൻ്റാണ് ആ ഡോക്ടറെങ്കിൽ നമ്മളിട്ട് ഓടിക്കത്തില്ല. കാരണം ഞാൻ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസം പുറത്ത് പറയാൻ പോലും വിവരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല തൽക്കാലം. പിന്നെ ഇവിടം വരെ എത്തിച്ചു. 2016 PWD ആക്ട് വരെ എത്തിക്കാൻ ഒരുപാട് പാടുപെട്ടതാണ്. പിന്നെ ഇതുവരെയൊക്കെ എത്തിക്കാൻ തന്നെ കഴിഞ്ഞ 5-6 വർഷത്തെ വലിയ പ്രശ്നമുണ്ട്. നമുക്ക് വരും വർഷങ്ങളിൽ നോക്കാം കുറേ കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു മുക്കോ മൂലയോ പൊട്ടോ പൊളിയോ ചെയ്തിരുന്നുണ്ടോ? ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നടന്ന കാര്യം പറഞ്ഞത്. ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും പറയാം. ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പം നമ്മൾ ഈ പ്രവേശം മുഴുവൻ നമ്മൾ കളഞ്ഞിട്ട് പുതിയതായിട്ട് പണിതും എന്നിട്ടും തരാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. പിന്നെയും നമ്മളെ 30 ദിവസം ഓടിച്ചു. പിന്നെ ഒരു ദൈവവിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അമ്പലത്തിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു മനസ്സമാധാനമാണ്. പക്ഷേ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എല്ലാ പൂജയും നടത്തുന്ന സ്ഥിതി എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ എങ്ങനെ ഉടക്കുണ്ടാക്കാൻ പറ്റും എന്ന വഴികൾ മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. പക്ഷേ പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ISRO പോയി ഇതൊക്കെ പഠിക്കണമെന്ന്. കാരണം ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത് അവിടെയാണ്. ISROയിൽ ഒന്നും ഒരക്ഷരം പോലും വഴിതെറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. ശരിയുടെ കൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ISRO റോക്കറ്റൊക്കെ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായിട്ടത് മാറിയത്. അവിടെ നിന്നാണ് ഞാനും എല്ലാം പഠിച്ചതെന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കുറേ ദിവസം അവിടെ ജോലിക്ക് വിടണം. അപ്പോൾ ശരിയാകും. അതെ, ഗൾഫ് ജീവിതം ഇത് തന്നെയാണ്. സത്യമാണ്. അതൊക്കെ സത്യമാണ്. ഗൾഫിൽ ഈ ഉണരുന്നതും ഉറങ്ങണതൊന്നും ആരും അറിയണ പോലും ഇല്ലല്ലോ. എല്ലാവരും വർക്ക് ചെയ്യുകയാണ്. വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ ആർക്കും നേരം പോലും ഇല്ല. അതൊക്കെ ആ കൾച്ചറൊക്കെ നമുക്ക് വരേണ്ട കാലമായി വരുമെന്ന് വിശ്വസിക്കാം. ഇവിടെ കഴിയട്ടെ, കെട്ടിച്ച് ഒരു കൊച്ചൊക്കെ ആവട്ടെ. 12th ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പങ്കെടുക്കേണ്ട നമ്മുടെ ഋഷികേശിന് വഴിയിൽ കാറിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വരാൻ താമസിച്ചുപോയി. അദ്ദേഹത്തിന് മാർക്കിടണ്ട. എന്നാലും ഋഷികേശിന് പറയാനുള്ള ആനയെ പറ്റിയാണ്. ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. തൂണ് പോലത്തെ കാലുകളും ചൂല് പോലത്തെ വാലും നീളം തുമ്പിക്കൈയും മുറം പോലുള്ള ചെവിയും. ഉത്സവങ്ങളിലെ നെറ്റിപ്പട്ടം കെട്ടി അലങ്കാരത്തോടെ ഞാൻ അതിനെ കാണാൻ പോവാറുണ്ട്. തിരുവനന്തപുരം കോട്ടൂർ എലിഫന്റ് ഫാമിൽ കൊണ്ടുപോകാമെന്ന് അച്ഛൻ പറഞ്ഞുണ്ട്. കളിക്കുന്ന ആനക്കുട്ടികളെയും എല്ലാവരെയും കാണാം. ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, പടയപ്പ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ കൂട്ടുകാരെ? നമ്മളുടെ സർക്കാരിൻ്റെ ചിഹ്നവും ആന. താങ്ക് യു.